KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU നേതാക്കൾ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചെന്ന് പരാതി. സ്ത്രീയുടെ ശബ്ദ സന്ദേശം അയച്ച് പണം തട്ടാൻ ശ്രമം നടന്നതായാണ് പരാതി. സംഭവത്തിൽ 2 സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ 3 പേർക്കെതിരെ കൊല്ലം ഇരവിപുരം പോലീസ് കേസെടുത്തു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തനിക്കെതിരെ ബലാത്സംഗ കുറ്റം ആരോപിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചെന്നാണ് ആഷിഖിന്റെ പരാതി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫീഖർ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയത്. തുടർന്ന് 2 സംസ്ഥാന നേതാക്കൾക്കും ഒരു ജില്ലാ നേതാവിനുമെതിരെ ഇരവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പരാതിക്കാരന്റെ പൊതുജീവിതം കളങ്കപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ പ്രതികൾ വാട്സപ്പ് കോളുകൾ ചെയ്യുകയും പരസ്ത്രീ ബന്ധമുള്ള ആളാണെന്ന് വരുത്തി തീർക്കുവാനായി ഒരു സ്ത്രീയുടെ ശബ്ദ സന്ദേശം അയച്ചു നൽകിയെന്നും FIR-ൽ പറയുന്നു. എന്നാൽ വ്യാജ പരാതിയാണെന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നും 2ാം പ്രതി യദുകൃഷ്ണൻ പറയുന്നു. നമുക്കറിയാം, ഇവിടെ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അനാവശ്യമായി ഇതിന്റെ ചർച്ചകൾ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്ക് ഇതിനെ കരുതുന്നത്. എന്നിരുന്നാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങൾ അതിനെ നോക്കി കാണുന്നു. കാര്യം ഏതോ ഒരു പ്രതി അയച്ചു കൊടുക്കുക, ഞങ്ങൾ അതിനെ സഹായിച്ചു എന്നുള്ള തരത്തിലാക്കാണ് FIR എന്റെ ഇപ്പോഴാണ് കിട്ടിയത്. ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി തന്നെ ഇത് DGPക്ക് ഞങ്ങൾ ഈ FIR ഇട്ടതിനെതിരെ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു നിലപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാൻ മുൻപോട്ട് തന്നെ ഞാൻ തന്നെ തയ്യാറാകുകയാണ്. എന്റെ ഫോണോ അല്ലെങ്കിൽ ഞാനുമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറോ പൂർണ്ണമായും പോലീസിനെ പരിശോധിക്കാൻ വേണ്ടി അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സംഭവം വിവാദമായതോടെ ഒത്തുതീർപ്പ് ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോര് കോൺഗ്രസ് നേതൃത്വത്തിനെയും നാണക്കേടിലാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം.